ഓം ഹ്രീ നമ ശിവായ. അങ്ങനെ ഭക്തജനങ്ങളെല്ലാം ആറ്റുനോറ്റിരുന്ന ആ ധനുമാസ തിരുവാതിര ആഗതമായിട്ടിരിക്കുകയാണ്. പരമേശ്വരനും പാർവതിക്കും വേണ്ടിയിട്ട് ചെയ്യാവുന്ന മഹാവ്രതങ്ങളിലൊന്നാണ് ധനുമാസ തിരുവാതിര വ്രതം. ഇത് സ്ത്രീകളുടെ വ്രതം എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഭർത്തൃസൗഖ്യത്തിന് വേണ്ടിയിട്ട്, കുടുംബത്തിലെ അരിഷ്ടതകൾ മാറാൻ വേണ്ടിയിട്ട്, ഭർത്താവിൻ്റെ ദീർഘായുസ്സിന് വേണ്ടിയിട്ട്, കുടുംബജീവിതം ഏറ്റവും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടെല്ലാം ഭക്തകളായ സ്ത്രീജനങ്ങൾ എടുക്കുന്ന വ്രതമാണിത്. ഇത് ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ഈ വ്രതം എടുക്കേണ്ടത്. പക്ഷേ അതിൻ്റെ തൊട്ടു മുമ്പ് മകയിരം വ്രതം എടുക്കുന്നവരുണ്ട്. അശ്വതി മുതൽ വ്രതമെടുത്ത് 7 നാൾ കൊണ്ട് തിരുവാതിര വ്രതം എടുക്കുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത തലത്തിൽ വ്രതം എടുക്കും. മകയിരം നാളിൽ വ്രതം എടുത്തു തുടങ്ങുന്നത് മക്കൾക്കും കൂടി ഐശ്വര്യം നൽകുന്നതാണ്. തിരുവാതിര വ്രതം കൈക്കൊള്ളുമ്പോൾ അത് ഭർതൃക്ഷേമമാകുന്നുണ്ട്. ഇങ്ങനെ 2 തരത്തിലും വ്രതം എടുക്കാറുണ്ട്. ഈ തിരുവാതിര വ്രതം എന്ന് പറയുന്നത് ഏറെ സവിശേഷകരമായിട്ടുള്ള ചടങ്ങുകളോട് കൂടി നടത്തപ്പെടുന്നത് മലയാളി ബ്രാഹ്മണരായിട്ടുള്ള നമ്പൂതിരിമാർക്കിടയിലാണ്. എന്നാൽ മറ്റ് ഹൈന്ദവ വിശ്വാസികളും ഇതേ വ്രതം കുറച്ചുകൂടി വ്യത്യസ്തരായിട്ടുള്ള രീതിയിൽ പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ സാമാന്യമായിട്ട് ഏതൊരു ഹൈന്ദവ വിശ്വാസിക്കും എങ്ങനെ വ്രതം എടുക്കാം, ഈ വ്രതം എന്ന് തൊട്ട് തുടങ്ങണം എന്നുള്ള എല്ലാ കാര്യത്തെക്കുറിച്ച് പറയാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ തിരുവാതിര വ്രതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിന് പല വിധത്തിലുള്ള ഐതിഹ്യങ്ങളുണ്ട്. ഭഗവാന്റെ മഹാദേവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര. ആ തിരുവാതിരയിൽ ഭർതൃക്ഷേമത്തിന് വേണ്ടി ഭഗവതി എടുക്കുന്ന, ശ്രീ പാർവതി എടുക്കുന്ന വ്രതമായിട്ടാണ് തിരുവാതിര വ്രതത്തെ അറിയപ്പെടുന്നത്. കാമദേവനെ തൃക്കണ്ണാൽ ഭഗവാൻ അഗ്നിക്കിരയാക്കിയല്ലോ. അപ്പോൾ രതീദേവി പാർവതീദേവിയോടുത്ത് സങ്കടം പറയുകയും പാർവതീദേവി രതീദേവിയോട് മഹാദേവന്റെ തിരുനക്ഷത്രമായ തിരുവാതിരയിൽ വ്രതമെടുക്കാൻ പറയുകയും ആ വ്രതത്തിൽ സംപ്രീതരായ മഹാദേവൻ കാമന് പുനർജീവൻ നൽകിയെന്നും ഒരു ഐതിഹ്യമുണ്ട്. ഇതല്ലാതെ പാർവതിയുടെ ദാസിയായ സുന്ദരി എന്ന പെൺകുട്ടിക്ക് ഭർതൃനാശം ഉണ്ടാവുകയും അവളുടെ സങ്കടത്തെ കണ്ടിട്ട് ഭഗവാനോട് പല ആവർത്തി പാർവതീദേവി ഈ പരിഭവം പറയും, അവന് ജീവൻ തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കാലത്തെ നിയന്ത്രിക്കുന്ന ഭഗവാൻ അത് അത്യധികം കൈക്കൊള്ളുന്നില്ല. അപ്പോൾ പിന്നെ പാർവതീദേവി ആ സുന്ദരി എന്ന ദാസിയോട് പറയും, നീ ഈ ദിവസം വ്രതം എടുത്താൽ എന്ത് സാധ്യമായി തരും എന്ന് പറയുകയും സുന്ദരി വ്രതം എടുക്കുകയും അതിൽ സന്തുഷ്ടനായ ശ്രീ പരമേശ്വരൻ കാലപുരിയിൽ നിന്ന് ആ സുന്ദരിയുടെ ഭർത്താവിനെ തിരികെ കൊണ്ടുവരികയും ചെയ്തു എന്നൊക്കെയുള്ള ഐതിഹ്യങ്ങൾ പലതുണ്ട്. എന്തായാലും ശരി, നമ്മുടെ ഹൈന്ദവ ജനതയ്ക്കിടയിൽ ഭർതൃക്ഷേമത്തിന് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന വ്രതങ്ങളിൽ ഏറ്റവും പരിപാവനമായിട്ടുള്ള ഒരു വ്രതമാണ് ഇത്. അപ്പൊ ഇതിന്റെ സമയം, മറ്റുള്ള കാര്യങ്ങൾ, വ്രതരീതികൾ എല്ലാം നമുക്ക് പരിശോധിക്കാം. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല നിത്യവും രാവിലെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാവുകയും ചെയ്യും. പിന്നെ ഈ വീഡിയോയ്ക്ക് കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ കൂടി നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി. അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു. എങ്കിൽ മാത്രമായിരിക്കുമല്ലോ പുതുതായിട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടുക. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമല്ലോ. അപ്പോൾ ധനുമാസത്തിലെ തിരുവാതിര വരുന്ന ദിവസത്തെ തൊട്ട് നമുക്ക് ഇന്ന് തുടങ്ങാം. അപ്പോൾ ധനുമാസത്തിലെ തിരുവാതിര ഇക്കുറി വരുന്നത് 2026 ജനുവരി മാസം 3-ാം തീയതിയാണ്. അതായത് ധനു 19. എന്നാൽ തിരുവാതിര ആരംഭിക്കുന്നത് 2-ാം തീയതി തൊട്ടാണ്. തൊട്ട് തിരുവാതിര ആരംഭിക്കുകയാണ്. പിറ്റേ ദിവസം, അതായത് 3-ാം തീയതി വൈകുന്നേരം 5:29 വരെയാണ് തിരുവാതിര ഉള്ളത്. അപ്പോൾ തിരുവാതിരയെ സംബന്ധിച്ചിടത്തോളം പലർക്കും തിരുവാതിര ദിവസമാണോ രാത്രി ഉറക്കളച്ചിരുന്ന് തിരുവാതിര കളിക്കേണ്ടതും പന്ത് കളിക്കേണ്ടതും പാതിരാ പൂജകൂടൽ നടത്തേണ്ടതും എന്നൊക്കെയുള്ളൊരു സംശയമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2-ാം തീയതി രാത്രി, തിരുവാതിര രാത്രി വരുന്ന ദിവസമാണ് അത് ചെയ്യേണ്ടത്. 3-ാം തീയതി രാത്രി തിരുവാതിര അല്ലല്ലോ. അപ്പോൾ 2-ാം തീയതി രാത്രിയാണ് നമ്മൾ തിരുവാതിര വ്രതം
എന്നുള്ള രീതിയിലുള്ള ചടങ്ങുകളെല്ലാം ചെയ്യേണ്ടത്. അപ്പൊ നമ്പൂതിരി സമുദായത്തിലാണ് ഈ പാതിരാപ്പൂ ചൂടലും തിരുവാതിരക്കളിയും പന്താട്ടം എല്ലാം അങ്ങനെയുള്ള ചടങ്ങുകളല്ലേ. പിന്നെ ചില തറവാട് വീടുകളിലും പാരമ്പര്യമായിട്ട് ഇത് ചെയ്തു പോകുന്നവരുണ്ട്. എന്നാൽ സാമാന്യരായിട്ടുള്ള ഹൈന്ദവ ഭക്തർക്കൊന്നും ഇത്തരം കാര്യങ്ങളിൽ കൂടുതലായിട്ടുള്ള അറിവുണ്ടാവില്ല. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മകയിരം തൊട്ട് വ്രതം എടുക്കുന്നവരുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, അത് ആ രീതിയിൽ ചെയ്യുന്നവരുണ്ട്. തിരുവാതിരയ്ക്ക് മാത്രമായിട്ട് വ്രതം നിൽക്കുന്നവരുണ്ട്. അശ്വതി തൊട്ടേ വ്രതം നടത്തി പോരുന്നവരുണ്ട്. ഇന്നത്തെ വീഡിയോയില് ഞാൻ തിരുവാതിര വ്രതം എടുക്കുന്നവരുടെ രീതിക്കാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ 2-ാം തീയതിയാണ് തിരുവാതിര ആരംഭിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ 1-ാം തീയതി തൊട്ടേ നമ്മളൊരു വ്രതനിഷ്ഠയിൽ നമ്മളായിരിക്കണം. എന്ന് പറഞ്ഞാൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കി ശാരീരികവും മാനസികമായിട്ടുള്ള ശുദ്ധിയോടുകൂടി കഴിയുക എന്നുള്ളതാണ്. ആ ദിവസം 1-ാം തീയതിയും 2-ാം തീയതിയും തന്നെ നോൺ വെജ് ഒന്നും കഴിക്കരുത്, പകലുറക്കം പാടില്ല എന്നൊക്കെ ഉണ്ട്. 2-ാം തീയതി വൈകുന്നേരം കുളിച്ച് ശുദ്ധമായിട്ട് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ശിവക്ഷേത്രത്തിൽ ദർശിക്കാൻ കഴിയുമെങ്കിൽ ശിവക്ഷേത്രത്തെ ദർശിച്ച് അവിടെ നിന്ന് പഴം നേദിച്ചു കൊണ്ടുവന്ന് ഈ 8 മണി 5 മിനിറ്റിന് മുമ്പ് ആ പഴവർഗ്ഗം കഴിച്ച് അല്ലെങ്കിൽ ഇളനീര് ജപിച്ചു കൊണ്ടുവന്ന് ഇളനീര് കുടിച്ച് നമുക്ക് 8:05 ശേഷം വ്രതം ആരംഭിക്കാം. വ്രത കാലയളവില് എട്ടങ്ങാടി നിവേദ്യം അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കി വെച്ച് ഭഗവാനെ നേദിക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പൂതിരി സമുദായത്തിന് വരുന്ന ചടങ്ങുകളാണ്. എന്നാൽ നായർ തൊട്ടുള്ള ചില സമുദായക്കാർ ഇതേ രീതികളൊക്കെ തന്നെ അനുവർത്തിച്ച് പോരുന്നുണ്ട്. ഇത് അറിയാന്നുള്ളവർ അത്തരം പുഴുക്കുകളൊക്കെ ഉണ്ടാക്കി അത് നിവേദിച്ച് അത് കഴിക്കുന്ന രീതിയിലൊക്കെ പോവുക. ഈ ഒരിക്കലൂണ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലൂണ് എന്നുള്ള സങ്കല്പത്തിൽ പക്ഷെ അരി ആഹാരമല്ല പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ടും ഗോതമ്പ്, ചാമ മുതലായ വെച്ചിട്ടുള്ള പുഴുക്കോ പലഹാരങ്ങളോ ഒക്കെയാണ് ഇതിന്റെ ഒരു ഭക്ഷണക്രമത്തിലേക്ക് പറയുന്നത്. അതും ഒരിക്കൽ മാത്രമാണ് നമ്മൾ സാധാരണ കഴിക്കാറുള്ളത്. ഇനിയിപ്പം നിങ്ങൾക്ക് ഒരിക്കൽ ഊണായിട്ട് തന്നെ ഈ വ്രതം എടുക്കണമെങ്കിൽ 3-ാം തീയതി ഉച്ചയ്ക്ക് ഒരിക്കൽ ഊണ്, മറ്റുള്ള സമയത്ത് ആഹാരമില്ല എന്നുള്ള രീതിയിൽ എടുക്കാം. ഇല്ലെങ്കിൽ ഇടവേളകളിൽ പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്രതം എടുക്കാം. എന്നാൽ എല്ലാവർക്കും പൂർണ്ണമായിട്ട് ആഹാരം കഴിക്കാതെ ഒന്നും വ്രതം എടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരാം. കാര്യം 2-ാം തീയതി രാത്രി തൊട്ട് തുടങ്ങുന്നതല്ല. അപ്പം 3-ാം തീയതി പുലർച്ചെ ഇനി പഴവർഗ്ഗങ്ങളോ മറ്റോ കഴിക്കണമെങ്കിൽ ആകാം. ഉച്ചയ്ക്ക് ഒരിക്കൽ ഊണ് എന്നുള്ള സമ്പ്രദായത്തിൽ കഴിക്കാം. ഇനി ഊണ് കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഗോതമ്പ്, ചാമ തുടങ്ങിയുകൊണ്ടുള്ള വിഭവം ഉണ്ടാക്കാം. വൈകുന്നേരം 5:29 വരെയാണ് നമുക്ക് ഇത്തവണ വ്രതം വരുന്നത് 3-ാം തീയതി. അപ്പോൾ 3-ാം തീയതി ശിവക്ഷേത്ര ദർശനം നടത്തി നമുക്കൊന്ന് തീർത്ഥം സേവിച്ച് 5:29 ശേഷം വ്രതം മുറിക്കാന്നുണ്ട്. ചിലര് ആ ദിവസം പൂർണ്ണമായിട്ട് വ്രതം എടുത്ത് പോയിട്ട് പിറ്റേന്ന് രാവിലെ വ്രതം മുറിക്കുന്ന രീതിയുണ്ട്. കാരണം പകൽ അന്ത്യോളം തന്നെ തിരുവാതിര ഉള്ളത് കൊണ്ട് തന്നെ അവര് ആ ദിവസം പൂർണ്ണമാക്കി എടുക്കാം എന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ തലേ ദിവസം ഉറക്കളപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഈ 5:29 വ്രതം മുറിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്ന് രാത്രി ഉറങ്ങാവുന്നതാണ്. തലേദിവസം ഉറക്കളപ്പം ഇല്ലെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ തെറ്റില്ലായിരുന്നു. കാരണം ഉറക്കം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണല്ലോ. അപ്പോൾ വൈകുന്നേരം വ്രതം മുറിക്കുന്ന ഒരു സമ്പ്രദായം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തലേദിവസം ശിവനാമ കീർത്തനങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ജപിച്ചിരിക്കണം. കാര്യം ഈ 8:05 വ്രതം ആരംഭിക്കുന്നുവല്ലോ, ആ സമയത്ത് നിലവിളക്ക് തെളിയിച്ച് വെച്ച് ശിവപഞ്ചാക്ഷരം ജപിക്കാം. നമശിവായ മന്ത്രങ്ങളൊക്കെ ജപിക്കാം. ഓം ഹ്രീം നമശിവായ, ശിവായ നമഃ മന്ത്രം ജപിക്കാം. ഇങ്ങനെ ശിവാഷ്ടോത്തരം, ഉമാമഹേശ്വര സ്തോത്രം എന്നിങ്ങനെയുള്ള എല്ലാം ചെയ്യാം. ശിവമാഹാത്മ്യം പാരായണം ചെയ്യാം. അങ്ങനെ ശിവമന്ത്രങ്ങൾ, പാർവതീ മന്ത്രങ്ങൾ ഇവയെല്ലാം നമുക്ക് ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ 3-ാം തീയതി ശിവക്ഷേത്ര ദർശനം നടത്തുക. പക്ഷെ അന്ന് രാവിലെ നമ്മൾ തീർത്ഥമൊന്നും മേടിച്ച് സേവിക്കാറില്ല കേട്ടോ. അന്ന് നമ്മൾ പ്രാർത്ഥനാനിരതരായിട്ടിരിക്കും. വൈകുന്നേരം മാത്രമേ അന്ന് തീർത്ഥം കുടിക്കുള്ളൂ. അന്ന് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നൊക്കെ അന്നദാനമൊക്കെ കിട്ടും. പക്ഷെ വ്രതം എടുക്കുന്നവർ ആ ദിവസം കഴിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലുണ്ടാക്കിയ പച്ചരിച്ചോറ് അവർ കഴിക്കും. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് പച്ചരിച്ചോറായിട്ട് കിട്ടുമെങ്കിൽ അത് കഴിക്കാം. ചില ക്ഷേത്രങ്ങളിൽ ചാമയും അതുപോലെ തന്നെ ഗോതമ്പ് കൊണ്ടുള്ള പലഹാരങ്ങളൊക്കെ ഉച്ചയ്ക്ക് കൊടുക്കും. വ്രതക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കൊടുക്കുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാവുന്നതാണ്. എന്തായാലും വൈകുന്നേര സമയത്ത് നമുക്ക് വ്രതം മുറിക്കാവുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞല്ലോ, നമ്പൂതിരി സമുദായത്തിലുള്ള അതേ ശീലങ്ങൾ തന്നെ അനുവർത്തിച്ചു പോരുന്ന പലരുമുണ്ട്. പാതിരാപ്പൂ ചൂടലും തിരുവാതിരക്കളിയും തുടിച്ചുകുളിയും എല്ലാം ഉള്ളവർ, അവർക്ക് അതൊക്കെ ചെയ്യാം. എട്ടങ്ങാടി നിവേദ്യമൊക്കെ നേദിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അതെല്ലാം ചെയ്യാം. കാരണം ഇതിന് ദേശ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ വ്രതത്തില് ആചരണ രീതികളിൽ പലതരം വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. സാധാരണ മുടി അഴിച്ച്
ഇട്ടുകൊണ്ട് ഈ വ്രതം പിടിക്കാറില്ല. മുടി കെട്ടിവെച്ചുകൊണ്ടായിരിക്കും ഈ വ്രതം ചെയ്യുക എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് ആ രീതിയിലും കൂടെ നിങ്ങൾക്ക് ഇതിനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഏതാണ്ട് സാമാന്യ മട്ടിലുള്ള ഒരു വ്രതരീതി ഞാൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇതിന്റെ ഐതിഹ്യ കാര്യങ്ങളും മറ്റുമൊക്കെ വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലുള്ള നിങ്ങളുടെ സംശയങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.